നഗരത്തിലെ പ്രമുഖ വ്യവസായിയും കോടീശ്വരനുമായ മാധവ് മേനോന്റെ ഒരേ ഒരു മകളായിരുന്നു മീര. അമ്മ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട മീരയെ സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിച്ചാണ് അച്ഛൻ വളർത്തിയത്. 20 വയസ്സ് മാത്രം പ്രായമുള്ള മീരയുടെ സന്തോഷങ്ങൾക്ക് അതിരുകളുണ്ടായിരുന്നില്ല. വലിയ കൊട്ടാരം പോലുള്ള ബംഗ്ലാവിലെ രാജകുമാരിയായിരുന്നു അവൾ. നഗരത്തിലെ ഏറ്റവും വലിയ കോളേജിൽ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയായ മീര ക്യാമ്പസിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമായിരുന്നു. അവളുടെ മനോഹരമായ ചിരിയും പാട്ടുകളും എല്ലാവരോടും എളുപ്പത്തിൽ അടുക്കുന്ന പെരുമാറ്റവും അവളെ ക്യാമ്പസിൻ്റെ പ്രിയങ്കരിയാക്കി. അവളുടെ സൗന്ദര്യത്തിലും ലളിതമായ തമാശകളിലും ആകൃഷ്ടരായി ഒട്ടനവധി യുവാക്കൾ അവളുടെ സൗഹൃദത്തിനും സ്നേഹത്തിനും വേണ്ടി മത്സരിച്ചു. കൂട്ടുകാർക്കൊപ്പം പാട്ടുപാടിയും യാത്രകൾ പോയും ക്യാമ്പസ് ഫെസ്റ്റുകളിൽ നിറഞ്ഞു നിന്നും ആഘോഷപൂർണമായ ഒരു ജീവിതമായിരുന്നു മീരയുടേത്. എന്നാൽ ആ സന്തോഷങ്ങൾക്കെല്ലാം ആയുസ് വളരെ കുറവായിരുന്നു. ഒരിടവ പാതിരാവിൽ കോളേജ് പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന മീര സഞ്ചരിച്ച കാർ കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട് വഴിയരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറി. ചോരയിൽ കുളിച്ചു കിടന്ന മീരയെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. വിവരമറിഞ്ഞ് പാഞ്ഞെത്തിയ മാധവ് മേനോൻ തകർന്നുപോയി. ദിവസങ്ങൾ നീണ്ട തീവ്രപരിചരണ വിഭാഗത്തിലെ പോരാട്ടത്തിനൊടുവിൽ മീര ജീവനോടെ തിരിച്ചു വന്നെങ്കിലും ഡോക്ടർമാർ മാധവ് മേനോനോട് ആ ദാരുണമായ സത്യം വെളിപ്പെടുത്തി. കാർ അപകടത്തിൽ മീരയുടെ നട്ടെല്ലിന് ഗുരുതരമായ ക്ഷതമേറ്റിരിക്കുന്നു. ഇനിയൊരിക്കലും അവൾക്ക് സ്വന്തം കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ സാധിക്കില്ല. തൻ്റെ മകളുടെ ചിരിക്കുന്ന മുഖവും ആടിപ്പാടി നടന്ന കാലങ്ങളും ഓർത്ത് ആ അച്ഛൻ ആശുപത്രി വരാന്തയിൽ പൊട്ടിക്കരഞ്ഞു. ആശുപത്രി മുറിയിൽ കണ്ണു തുറന്ന മീര തൻ്റെ കാലുകൾക്ക് ചലനശേഷിയില്ലെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം അവളുടെ ലോകം മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇരുട്ടിലായി. ആശുപത്രിയിലെ ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷം മീര വീണ്ടും ആ വലിയ ബംഗ്ലാവിലേക്ക് തിരിച്ചെത്തി. എന്നാൽ മുമ്പുണ്ടായിരുന്ന ഊർജ്ജസ്വലയായ മീരയായിരുന്നില്ല അത്. സ്വന്തം കാലിൽ നടന്നുപോയ മകൾ വീൽ ചെയറിലിരുന്ന് തിരികെ വരുന്നത് കണ്ട ജോലിക്കാരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. മാധവ് മേനോൻ തൻ്റെ മകൾക്കായി ആ വീട്ടിൽ സർവ്വ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. വീൽ ചെയറിന് തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ റാമ്പുകൾ നിർമ്മിച്ചു. അത്യാധുനിക രീതിയിലുള്ള മെഡിക്കൽ കിടക്ക സജ്ജീകരിച്ചു. അവളെ പരിചരിക്കാനായി മാത്രം പ്രത്യേക നേഴ്സുമാരെയും വീട്ടുജോലിക്കാരെയും നിയമിച്ചു. പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ആ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നു. എന്നാൽ മീരയുടെ ഉള്ളിലെ ശൂന്യത നികത്താൻ ആ സൗകര്യങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല. തൻ്റെ കിടപ്പുമുറിയുടെ 4 ചുവരുകൾക്കുള്ളിലേക്ക് മീര പൂർണ്ണമായും ഒതുങ്ങിപ്പോയി. ജനലരികിലെ വീൽ ചെയറിലിരുന്ന് പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെ പ്രതിദിന ജീവിതം. കോളേജിൽ നിന്നും അന്വേഷിച്ചെത്തിയ പഴയ സുഹൃത്തുക്കളെയും ആരാധകരെയും എല്ലാം കാണാൻ അവൾ വിസമ്മതിച്ചു. അനുകമ്പയോടെയുള്ള അവരുടെ നോട്ടവും ചോദ്യങ്ങളും നേരിടാനുള്ള കരുത്ത് അവൾക്കുണ്ടായിരുന്നില്ല. പഴയ പോലെ ഓടി നടക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം അവളുടെ മനസ്സിനെ കഠിനമായ വിഷാദത്തിലേക്ക് തള്ളിവിട്ടു. പലപ്പോഴും വിളമ്പി വയ്ക്കുന്ന ഭക്ഷണം കഴിക്കാതെ അവൾ ജനലിലൂടെ ആകാശത്തേക്ക് നോക്കി വിതുമ്പി. തനിക്ക് ചുറ്റുമുള്ള വിശാലമായ ലോകവും സന്തോഷങ്ങളും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയെന്ന നിരാശയിൽ ആ കൊച്ചു പെൺകുട്ടിയുടെ ജീവിതം ഇരുളടങ്ങിപ്പോയി. അപകടത്തിനു ശേഷം മാസങ്ങൾ പലത് കൊഴിഞ്ഞുപോയി. ബംഗ്ലാവിലെ നിശബ്ദതയ്ക്കും മീരയുടെ മുറിക്കുള്ളിലെ കറുത്ത ഇരുട്ടിനും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. സ്വന്തം വിധിയിൽ ശപിച്ച് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയ മീരയുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രതീക്ഷയുടെ ആദ്യത്തെ വെളിച്ചം വീഴുന്നത് ആ ദിവസങ്ങളിലൊന്നിലാണ്. ബംഗ്ലാവിൻ്റെ മുന്നിലെ ഏക്കറുകളോളം പടർന്നു കിടക്കുന്ന തോട്ടം പരിപാലിച്ചിരുന്ന വയസ്സനായ ജോലിക്കാരൻ പണി നിർത്തിപ്പോയപ്പോൾ പുതിയ തോട്ടം പണിക്കാരനായി ആര്യൻ എന്ന ചെറുപ്പക്കാരൻ അവിടെ എത്തി. സാമ്പത്തികമായി ഏറെ താഴേക്കിടയിലുള്ള ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ആര്യൻ. രോഗിയായ അമ്മയുടെ ചികിത്സയ്ക്കും അനിയന്മാരുടെ പഠന ചിലവുകൾക്കും മറ്റും വഴിയില്ലാതായപ്പോഴാണ് അവൻ ഈ പണിക്കായി ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ മണ്ണിനോടും ചെടികളോടും പൊരുതുന്ന ആ പരുക്കൻ കൈകൾക്കുള്ളിൽ ദൈവികമായ സർഗവാസനയുള്ള തികഞ്ഞൊരു കലാകാരൻ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പ്രകൃതിയിലെ കൊച്ചു കൊച്ചു ചലനങ്ങളെയും പൂക്കളുടെ ഭംഗിയെയും മനുഷ്യരുടെ ഉള്ളിലെ വികാരങ്ങളെയും എല്ലാം വരകളിലൂടെ ക്യാൻവാസിലേക്ക് പകർത്താൻ അവന് പ്രത്യേകമായൊരു കഴിവുണ്ടായിരുന്നു. തോട്ടത്തിലെ മരങ്ങളുടെ ആവശ്യമില്ലാത്ത ചില്ലകൾ വെട്ടിക്കളഞ്ഞും പൂച്ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതും പുൽത്തകിടി വെട്ടി മിനുക്കുന്നതുമെല്ലാം അവൻ വളരെ സന്തോഷത്തോടെയാണ് ചെയ്തത്. പണികളെല്ലാം തീർന്ന് വൈകുന്നേരങ്ങളിൽ ജോലിക്കാർ മടങ്ങുമ്പോൾ അവൻ മാത്രം തോട്ടത്തിലെ വലിയ മാവിൻ ചുവട്ടിലെ തണലിൽ ഇരിപ്പുറപ്പിക്കും. തൻ്റെ വിയർപ്പ് തുള്ളികൾ വീണ കീറിപ്പറഞ്ഞ ചെറിയൊരു നോട്ട് ബുക്കും പെൻസിലും അവൻ കയ്യിലെടുക്കും. പിന്നെ ചുറ്റുമുള്ള ലോകത്തെ മറന്ന് അവൻ വരകളുടെ ലോകത്തേക്ക് ഊളിയിടും. ആ വിശ്രമവേളകളിലാണ് അവൻ്റെ ഉള്ളിലെ കലാകാരൻ ഉണരുക. ആദ്യം സ്വന്തം നോട്ട് ബുക്കിൽ വരച്ചു തുടങ്ങിയ അവൻ പിന്നീട് തോട്ടത്തിൻ്റെ അതിർത്തിയിലുള്ള ബംഗ്ലാവിൻ്റെ വലിയ വെള്ള മതിലുകളിൽ തൻ്റെ പെൻസിലും കരിയും ഉപയോഗിച്ച് പതുക്കെ വരച്ചു തുടങ്ങി. ആരും അധികം ശ്രദ്ധിക്കാത്ത ആ മതിലുകളിൽ അവൻ പൂക്കളും കാറ്റിലാടുന്ന ഇലകളും നിറപ്പകിട്ടുള്ള ചിത്രശലഭങ്ങളും വിരിയിച്ചു.
അവൻ്റെ പെൻസിൽ തുമ്പിലൂടെ മതിലുകളിൽ പൂത്തുലഞ്ഞ വർണ്ണപ്പൂക്കളും അതിലേക്ക് പറന്നു വരുന്ന ശലഭങ്ങളും കാണുമ്പോൾ ആ മതിലുകൾക്ക് ജീവൻ വെച്ചതുപോലെ തോന്നുമായിരുന്നു. ഒരു ദിവസം ജനലരികിലെ വീൽചെയറിലിരുന്ന് വിതുമ്പുകയായിരുന്ന മീരയുടെ കണ്ണുകൾ യാദൃച്ഛികമായി ജനൽ ചില്ലിലൂടെ പുറത്തേക്ക് നീണ്ടു. മാവിൻ ചുവട്ടിലിരുന്ന് ബംഗ്ലാവിലെ വലിയ മതിലുകളിൽ ചിത്രം വരയ്ക്കുന്ന ആ ചെറുപ്പക്കാരനെ അവൾ കണ്ടു. മറ്റാരും ശ്രദ്ധിക്കാത്ത ചെറിയ ചില നിമിഷങ്ങളായിരുന്നു അവനിൽ ചിത്രങ്ങളായി മാറിയത്. മഴത്തുള്ളികൾ വീഴുമ്പോൾ വിരിയുന്ന വെളുത്ത മുല്ലപ്പൂക്കൾ, ശാഖകളിൽ ചിറകടിയൊച്ചയില്ലാതെ വന്നിരിക്കുന്ന അപൂർവ പക്ഷികൾ, കാറ്റിൽ ആടിയുലയുന്ന പച്ചിലകൾ. അവൻ തൻ്റെ പെൻസിൽ തുമ്പിൽ വിരിയിച്ച ഓരോ വരകൾക്കും അത്ഭുതകരമായ ഒരു ജീവൻ ഉണ്ടായിരുന്നു. വലിയ അക്കാദമിക് മികവുകളോ വലിയ ചായങ്ങളോ ഇല്ലായിരുന്നുവെങ്കിലും ആ ചിത്രങ്ങളിൽ പ്രകൃതിയുടെ ആത്മാവുണ്ടായിരുന്നു. ദിവസങ്ങളായി അടച്ചിട്ട മരുന്നുകളുടെ മണമുള്ള ആ മുറിക്കുള്ളിൽ ശ്വാസം മുട്ടിയിരുന്ന മീരയുടെ മനസ്സിലേക്ക് ആ ചിത്രങ്ങൾ ചെറിയൊരു കൗതുകത്തിൻ്റെ തണുത്ത കാറ്റായി വീശിയടിച്ചു. സ്വന്തം വേദനകളിൽ മാത്രം മുഴുകിയിരുന്ന അവൾ ആദ്യമായി പുറത്തെ ലോകത്തെ ഒരു കാഴ്ചക്കാരെ പോലെ കൗതുകത്തോടെ നോക്കി നിൽക്കാൻ തുടങ്ങി. അവൻ അടുത്ത ദിവസം തൻ്റെ പെൻസിൽ തുമ്പിൽ എന്തായിരിക്കും വിരിയിക്കുക, പ്രകൃതിയുടെ ഏത് സുന്ദരമായ നിമിഷങ്ങളായിരിക്കും അവനിൽ പകർത്തുക എന്നറിയാനുള്ള വലിയൊരു കാത്തിരിപ്പായി മീരയുടെ ദിവസങ്ങൾ മാറി. അറിയാതെയാണെങ്കിലും ആ സാധാരണക്കാരനായ യുവാവിൻ്റെ വരകൾ മീരയുടെ ഉള്ളിൽ വീണ്ടും ജീവിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ വിത്ത് പാകുകയായിരുന്നു. ബംഗ്ലാവിലെ മറ്റു ജോലിക്കാരും അപരിചിതർ പോലും ആ വഴി കടന്നു പോകുമ്പോൾ ആ ചിത്രങ്ങൾ കണ്ടു നിൽക്കുകയും ആ സാധാരണക്കാരനായ തോട്ടം പണിക്കാരൻ്റെ അസാധാരണമായ കഴിവ് തിരിച്ചറിഞ്ഞ് അവനെ അഭിനന്ദിക്കുകയും ചെയ്തു. അവൻ അതിവിദഗ്ധമായി മതിലിൽ വിരിയിച്ച ആ പെയിൻറ്റിങ്ങുകളിൽ പ്രകൃതിയുടെ ജീവനുണ്ടായിരുന്നു. അടച്ചിട്ട മരുന്നുകളുടെ മണമുള്ള ആ മുറിക്കുള്ളിൽ ശ്വാസം മുട്ടിയിരുന്ന മീരയുടെ മനസ്സിലേക്ക് ആ കാഴ്ചകൾ തണുത്തൊരു കാറ്റായി വീശിയടിച്ചു. അവൻ വരയ്ക്കുന്ന ചിത്രശലഭങ്ങൾ ജനലിലൂടെ പറന്നു വന്ന് തൻ്റെ സങ്കടങ്ങളെ മായ്ച്ചു കളയുന്നത് പോലെ അവൾക്ക് തോന്നി. ദിവസങ്ങളായി സങ്കടത്തിൽ മാത്രം മുഴുകിയിരുന്ന അവൻ അടുത്ത ദിവസം ആ മതിലിൽ എന്തായിരിക്കും വരയ്ക്കുക എന്നറിയാൻ കൗതുകത്തോടെ ജനലരികിൽ കാത്തിരിക്കാൻ തുടങ്ങി. അറിയാതെയാണെങ്കിലും ആ യുവാവിൻ്റെ വരകൾ മീരയുടെ മനസ്സിൽ വീണ്ടും ജീവിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ വിത്ത് പാകുകയായിരുന്നു. ചിത്രങ്ങൾ വരയ്ക്കുന്ന ആ ചെറുപ്പക്കാരനിലെ ലാളിത്യവും പ്രതിഭയും മീരയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അടച്ചിട്ട മുറിക്കുള്ളിൽ നിന്നും പുറത്തു കടക്കാൻ അവൾ കുതിച്ചു. അങ്ങനെ ഒരു ദിവസം ജോലിക്കാരുടെ സഹായത്തോടെ വീൽ ചെയറിൽ അവൾ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു. വീൽ ചെയറിലിരിക്കുന്ന മീരയെ കണ്ടപ്പോൾ ആര്യൻ കയ്യിലെ നോട്ട് ബുക്ക് മാറ്റിവെച്ച് ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു. തൻ്റെ പരിമിതികളെ ഓർത്ത് നേരിയ മടിയോടെയാണെങ്കിലും മീര അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ വരച്ച ചിത്രം നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു, ആര്യൻ, നിന്റെ ഓരോ ചിത്രങ്ങൾക്കും ജീവനുള്ളതുപോലെ തോന്നും. എവിടെ നിന്നാണ് ഇത്ര മനോഹരമായി വരയ്ക്കാൻ പഠിച്ചത്? ഏതെങ്കിലും ആർട്ട് സ്കൂളിൽ പോയിട്ടുണ്ടോ? ആര്യൻ പതുക്കെ പുഞ്ചിരിച്ചു. അവൻ്റെ കണ്ണുകളിൽ നേരിയൊരു സങ്കടം നിഴലിച്ചു. അവൻ പറഞ്ഞു, ഇല്ല മീര, എനിക്ക് ആർട്ട് സ്കൂളിൽ പോകാനോ പഠിക്കാനോ ഉള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. എൻ്റെ അച്ഛൻ വലിയൊരു ചിത്രകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാൻവാസും ചായങ്ങളും വാങ്ങാൻ പണമില്ലായിരുന്നു. എങ്കിലും കിട്ടുന്ന കടലാസ് കഷ്ണങ്ങളിൽ അച്ഛൻ അത്ഭുതങ്ങൾ വരച്ചു ചേർക്കുമായിരുന്നു. അച്ഛൻ്റെ ആ കഴിവ് എനിക്ക് ജന്മനാ കിട്ടിയതാണ്. അതെൻ്റെ രക്തത്തിലുള്ളതാണ്. അവൻ ഒരു നിമിഷം നിർത്തി ദൂരേക്ക് നോക്കിക്കൊണ്ട് തുടർന്നു. പക്ഷേ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരപകടത്തിൽ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. അതോടെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ എൻ്റെ ചുമലിലായി. രോഗിയായ അമ്മയെയും 2 ചെറിയ അനിയന്മാരെയും നോക്കാൻ മറ്റു വഴികളില്ലായിരുന്നു. പഠനം അവിടെ വെച്ച് നിന്നു. വിശപ്പടക്കാൻ കിട്ടിയ ജോലികൾ ചെയ്തു. എങ്കിലും അച്ഛൻ തന്നിട്ട് പോയ വരയ്ക്കാനുള്ള കഴിവ് മാത്രമാണ് എനിക്കുള്ള വലിയ സമ്പാദ്യം. ഞാൻ ചിത്രം വരയ്ക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എനിക്കൊപ്പമുള്ളതുപോലെ തോന്നും. ആര്യൻ്റെ വാക്കുകൾ മീരയുടെ ഉള്ളിൽ എവിടെയോ ആഴത്തിൽ തട്ടി. സ്വന്തം വേദന മാത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സങ്കടമെന്ന് കരുതിയ മീരയ്ക്ക് മുന്നിൽ വലിയ പ്രതിസന്ധികളിലും പുഞ്ചിരിയോടെ ജീവിക്കുന്ന ആര്യൻ ഒരത്ഭുതമായി മാറി. അവൾ പതുക്കെ പറഞ്ഞു, നിന്റെ അച്ഛൻ നിനക്ക് തന്നിട്ട് പോയ ഈ കഴിവ് വെറുതെ ആകില്ല ആര്യൻ. നിന്റെ അച്ഛൻ്റെ സ്നേഹവും കരുതലും ഈ ചിത്രങ്ങളിൽ അറിയാൻ കഴിയുന്നുണ്ട്. അന്നു മുതൽ അവർക്കിടയിൽ മനോഹരമായ ഒരു സൗഹൃദം പൂവിട്ടു. ദിവസവും വൈകുന്നേരങ്ങളിൽ മീര തോട്ടത്തിലേക്ക് വരാൻ തുടങ്ങി. ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളെയും പ്രതിസന്ധികളെയും പുഞ്ചിരിയോടെ നേരിടാൻ ആര്യൻ്റെ സംസാരം മീരയെ പഠിപ്പിച്ചു. മാസങ്ങൾക്ക് ശേഷം മീരയുടെ മുഖത്ത് പഴയ പോലെ ആത്മാർത്ഥമായ ചിരി വിരിഞ്ഞു. സന്തോഷത്തിൻ്റെ പുതിയൊരു പ്രകാശം അവളുടെ കണ്ണുകളിൽ തിളങ്ങിത്തുടങ്ങി. സാമ്പത്തികമായി വലിയ നിലയിലുള്ള പെൺകുട്ടിയും സാധാരണക്കാരനായ വീട്ടുജോലിക്കാരനും തമ്മിലുള്ള അതിരുകളൊക്കെ അലിഞ്ഞുപോയി. പ്രകൃതിയെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ജീവിതത്തിലെ നഷ്ടങ്ങളെ പുഞ്ചിരിയോടെ നേരിടേണ്ടതിനെക്കുറിച്ചും ആര്യൻ സംസാരിച്ചു. അവൻ്റെ ഓരോ വാക്കുകളും മീരയുടെ മനസ്സിലെ മുറിവുകൾക്ക് വലിയൊരു സൗഖ്യമായി മാറി. അപകടത്തിന് ശേഷം മാസങ്ങളായി മാഞ്ഞുപോയ ആ പഴയ മീരയുടെ ചിരി വീണ്ടും വിരിഞ്ഞു. സന്തോഷത്തിൻ്റെ പുതിയൊരു പ്രകാശവും പ്രതീക്ഷയും അവളുടെ കണ്ണുകളിൽ തിളങ്ങിത്തുടങ്ങി. മീര വീട്ടിലെ ജോലിക്കാരനുമായി സമയം ചെലവഴിക്കുന്നതും അവനുമായി ധാരാളം സമയം സംസാരിച്ചു നിൽക്കുന്നതുമൊക്കെ ജോലിക്കാരിലൂടെയും നേരിട്ടും
മാധവ് മേനോൻ കാണുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ മകളുടെ സന്തോഷം കണ്ട് അയാൾ അതിനെ വലിയ കാര്യമായി കണ്ടില്ല. പക്ഷേ ആ അടുപ്പം വളരുന്നത് കണ്ടപ്പോൾ അയാളിലെ ധനികനായ അച്ഛൻ്റെ അഹങ്കാരം ഉണർന്നു. സാമ്പത്തികമായി കടുത്ത ദാരിദ്ര്യമുള്ള വെറുമൊരു തോട്ടം പണിക്കാരനായ ആര്യൻ തൻ്റെ മകളുടെ അടുത്ത സുഹൃത്താവുന്നത് അയാൾക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു വൈകുന്നേരം തോട്ടത്തിലെ പണികൾക്കിടയിൽ ആര്യൻ മീരയ്ക്കൊരു പുതിയ ചിത്രം കാണിച്ചു കൊടുത്ത് സംസാരിക്കുകയായിരുന്നു. രണ്ടുപേരും ചിരിച്ച് സംസാരിക്കുന്നത് കണ്ട മാധവ് മേനോൻ ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് നടന്നു ചെന്നു. അയാളുടെ ഭാവം കണ്ട് ആര്യൻ ഭയപ്പാടോടെ തിടുക്കത്തിൽ എഴുന്നേറ്റ് നിന്നു. മാധവ് മേനോൻ കടുപ്പമേറിയ ശബ്ദത്തിൽ ആര്യനോട് അലറി, നിനക്കിവിടെ തന്ന ജോലി എന്താണെന്ന് വെച്ചാൽ അത് മാത്രം നീ ചെയ്താൽ മതി. നിന്റെ അതിര് നീ അറിഞ്ഞ് പെരുമാറണം. എൻ്റെ മകളുടെ പദവിയും നിന്റെ അവസ്ഥയും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇനി മേലാൽ എൻ്റെ മകളുടെ അടുത്ത് സംസാരിക്കാനോ സമയം കളയാനോ നിന്നാൽ നിന്നെ ഞാൻ ഈ ജോലിയിൽ നിന്നും ഇറക്കിവിടും. ആര്യൻ തല താഴ്ത്തി നിശബ്ദനായി അത് കേട്ടു നിന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അച്ഛൻ്റെ ഈ പെരുമാറ്റം മീരയെ കഠിനമായി വേദനിപ്പിച്ചു. അവൾ കോപത്തോടും വിഷമത്തോടും കൂടെ ശബ്ദമുയർത്തി, അച്ഛാ, എന്താണ് ഈ കാണിക്കുന്നത്? അവൻ എന്നോട് മോശമായി ഒന്നും പെരുമാറിയിട്ടില്ല. അപകടത്തിന് ശേഷം മാസങ്ങളായി ഞാൻ വീടിനുള്ളിൽ ശ്വാസം മുട്ടി കഴിയുകയായിരുന്നു. എനിക്ക് വീണ്ടും ജീവിക്കാനുള്ള ആഗ്രഹം തന്നത് ഇവൻ്റെ സംസാരവും അവൻ്റെ ചിത്രങ്ങളുമാണ്. പണം മാത്രമാണോ അച്ഛന് പ്രധാനം? മകൾ തനിക്കെതിരെ സംസാരിക്കുന്നത് മാധവ് മേനോന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. നിന്റെ നന്മയ്ക്കാണ് കുട്ടി ഞാനീ പറയുന്നത്. അതും പറഞ്ഞ് അയാൾ മീരയെ വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ അച്ഛൻ്റെ ഭീഷണിയും ശാസനയും കൊണ്ടൊന്നും മീരയെ ആര്യനിൽ നിന്നും അകറ്റാൻ കഴിഞ്ഞില്ല. അച്ഛൻ കാണാതെ ബംഗ്ലാവിൻ്റെ വരാന്തകളിലും ഇടനാഴികളിലും തോട്ടത്തിൻ്റെ മറ്റു കോണുകളിലും വെച്ച് അവൾ ആര്യനെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അച്ഛൻ്റെ പെരുമാറ്റത്തിന് അവൾ അവനോട് മാപ്പ് ചോദിച്ചു. ആര്യൻ പുഞ്ചിരിയോടെ പറഞ്ഞു, സാരമില്ല മീര, അച്ഛന് നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ. എനിക്ക് സങ്കടമൊന്നുമില്ല. ആര്യൻ്റെ ആ വലിയ മനസ്സും പക്വതയും മീരയ്ക്ക് അവനോടുള്ള ബഹുമാനവും സ്നേഹവും ഇരട്ടിയാക്കി. അച്ഛൻ്റെ മുന്നറിയിപ്പുകൾ മറികടന്ന് മീരയും ആര്യനും വീണ്ടും സംസാരിക്കുന്നത് മാധവ് മേനോൻ കൈയോടെ പിടികൂടി. തനിക്കെതിരെ മകൾ നിൽക്കാൻ കാരണം ഈ സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണെന്ന് അയാൾ വിശ്വസിച്ചു. ദേഷ്യം കൊണ്ട് വിറച്ച മാധവ് മേനോൻ മീരയുടെ കണ്ണീരും അപേക്ഷകളും വകവയ്ക്കാതെ ആര്യനെ അവിടെ വെച്ച് തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഇനി ഈ ബംഗ്ലാവിൻ്റെ പരിസരത്ത് കണ്ടുപോകരുതെന്ന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പും നൽകി. ആര്യൻ പോയതോടെ മീര വീണ്ടും പഴയതുപോലെ മൗനത്തിലേക്ക് ഒതുങ്ങി. അവൾ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. മുറിയുടെ വാതിൽ കൊട്ടിയടച്ച് ദിവസങ്ങളോളം കണ്ണീർ വാർത്തു. ആ ദിവസങ്ങളിലാണ് മീരയുടെ 21ാം ജന്മദിനം വന്നത്. മകളുടെ വിഷമവും നിരാശയും മാറ്റാനായി മാധവ് മേനോൻ നഗരത്തിലെ ഏറ്റവും വലിയ ആർഭാടപൂർണമായ രീതിയിൽ ബർത്ത്ഡേ പാർട്ടി ബംഗ്ലാവിൽ സംഘടിപ്പിച്ചു. പ്രമുഖ വ്യവസായികളും ഉന്നത ഉദ്യോഗസ്ഥരും കോളേജിലെ പഴയ സുഹൃത്തുക്കളും എല്ലാം പാർട്ടിക്കെത്തി. വർണ്ണശബളമായ ലൈറ്റുകളും വില കൂടിയ വിഭവങ്ങളും കൊണ്ട് ബംഗ്ലാവ് തിളങ്ങി. എല്ലാവരും ആഘോഷിക്കുമ്പോഴും വീൽ ചെയറിലിരുന്ന മീരയുടെ മുഖത്ത് യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ ഇരുന്ന അവൾ ഒരു ജീവനില്ലാത്ത വിഗ്രഹം പോലെ കാണപ്പെട്ടു. പാർട്ടി കൊടുമ്പിരിക്കൊള്ളുന്നതിനിടയിൽ സെക്യൂരിറ്റിക്കാരുടെ കണ്ണ് വെട്ടിച്ച് ആ ആർഭാടത്തിന് ചേരാത്ത രീതിയിലുള്ള വസ്ത്രം ധരിച്ച ഒരാൾ നടന്നു വന്നു. അത് ആര്യനായിരുന്നു. അവനെ കണ്ടതും മാധവ് മേനോൻ കോപത്തോടെ സെക്യൂരിറ്റിക്കാരെ വിളിച്ചു. എന്നാൽ അരുൺ അവരെ തടഞ്ഞുകൊണ്ട് പതുക്കെ മീരയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവൻ്റെ കയ്യിൽ പേപ്പർ കൊണ്ട് മൂടിയ വലിയൊരു ചിത്രമുണ്ടായിരുന്നു. പാർട്ടിയിലുണ്ടായിരുന്ന എല്ലാവരും നിശബ്ദരായി ആ രംഗം നോക്കി നിന്നു. ആര്യൻ മീരയുടെ മുന്നിൽ നിന്ന് ആ പേപ്പർ പൊതി മാറ്റി. അതൊരു അത്ഭുതകരമായ ചിത്രമായിരുന്നു. വീൽ ചെയറിലിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പുറകിൽ ആകാശത്തോളം ഉയരത്തിൽ ചിറകുകൾ മുളച്ച് അവൾ പ്രകാശത്തിലേക്ക് പറന്നുയരുന്ന മനോഹരമായ ഒരു പെയിൻറ്റിങ്. അതിന് താഴെ അവൻ സ്വന്തം കൈപ്പടയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കാലുകൾക്കല്ല മീര, മനസ്സുകൾക്കാണ് ചിറകുകൾ വേണ്ടത്. നിന്റെ സന്തോഷം ഈ 4 ചുവരുകൾക്കുള്ളിലല്ല, വിശാലമായ ആകാശത്തിലാണ്. ആ ചിത്രം കണ്ട മീരയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീർ ഒഴുകിയിറങ്ങി. അവൾ അത്ഭുതത്തോടെയും ആവേശത്തോടെയും ആ ചിത്രത്തിലേക്ക് നോക്കി. ആ പെയിൻറ്റിങ്ങിലെ വരികളും ആര്യൻ്റെ ആത്മാർത്ഥതയും പാർട്ടിയിൽ പങ്കെടുത്ത ഏവരുടെയും ഉള്ളുലച്ചു. ആ പെയിൻറ്റിങ്ങിലെ വരികളും ആര്യൻ്റെ ആത്മാർത്ഥതയും പാർട്ടിയിൽ പങ്കെടുത്ത ഏവരുടെയും ഉള്ളുലച്ചു. അച്ഛൻ്റെ ദേഷ്യവും ശാസനകളും ഇനി മീരയെ തടയാൻ പോകുന്നതായിരുന്നില്ല. അപകടത്തിന് ശേഷം ആദ്യമായി അവളുടെ കണ്ണുകളിൽ തിളക്കവും മുഖത്ത് പുതിയൊരു ആത്മവിശ്വാസവും നിറഞ്ഞു നിൽക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ടു. ആര്യൻ മീരയുടെ മുന്നിൽ നിന്നും പതിയെ എഴുന്നേറ്റു. മാധവ് മേനോൻ്റെയോ അതിഥികളുടെയോ സാന്നിധ്യം വകവയ്ക്കാതെ അവൻ ശാന്തമായി മീരയോട് ചോദിച്ചു: മീര, ഈ 4 ചുവരുകൾക്ക് പുറത്ത് വലിയൊരു ലോകമുണ്ട്. നിന്നെ തളർത്തുന്ന ഈ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി ആകാശവും കാറ്റും പ്രകൃതിയും കാണാൻ നിനക്കെൻ്റെ കൂടെ വരാൻ ധൈര്യമുണ്ടോ? മീര ഒരു നിമിഷം പോലും മടിച്ചില്ല. നിറഞ്ഞ കണ്ണുകളോടെ അവൾ സന്തോഷത്തോടെ തലയാട്ടി. ഉണ്ടാര്യൻ, എനിക്ക് ധൈര്യമുണ്ട്.
എനിക്ക് പുറത്തേക്കിറങ്ങണം. അവൾ പോകാൻ തയ്യാറെടുത്തതും സ്വന്തം അന്തസ്സും ദേഷ്യവും കാരണം മാധവ് മേനോൻ അവരെ തടയാനായി മുന്നോട്ട് വന്നു. മീര, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ആൾക്കൂട്ടത്തിന് മുന്നിൽ എന്നെ നാണം കെടുത്തരുത്. അവനോടൊപ്പം പോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാൽ മാധവ് മേനോൻ അവരെ തടയാൻ നോക്കിയപ്പോൾ അവിടെ വിചിത്രവും അത്ഭുതകരവുമായ ഒരു മാറ്റം സംഭവിച്ചു. പാർട്ടിയിലുണ്ടായിരുന്ന പ്രമുഖരായ വ്യവസായികളും അവളുടെ സുഹൃത്തുക്കളും, എന്തിനേറെ ആ വീട്ടിലെ ജോലിക്കാരും സെക്യൂരിറ്റിക്കാർ പോലും ഒന്നിച്ച് കൈയടിച്ചു. ആര്യനും മീരയ്ക്കും വഴിയൊരുക്കി കൊടുക്കുന്നത് പോലെ. ആരും മാധവ് മേനോനെ പിന്തുണച്ചില്ല. മാത്രമല്ല, വന്നിരുന്ന അതിഥികളിൽ ചിലർ മാധവ് മേനോൻ്റെ അടുത്തെത്തി പതുക്കെ പറഞ്ഞു, മേനോൻ, അവൾ മാസങ്ങൾക്ക് ശേഷമാണ് ഇത്രയധികം സന്തോഷത്തോടെ ചിരിക്കുന്നത്. പണം കൊണ്ട് നമ്മൾ കൊടുത്ത ആർഭാടമല്ല അവൾക്ക് ആവശ്യമുള്ളത്. പുറത്തെ ലോകമാണ് അവളുടെ സന്തോഷം. ദയവ് ചെയ്ത് അവളെ തടയരുത്. ചുറ്റുമുള്ള എല്ലാവരും മകളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും അവൾ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം കൊടുക്കാൻ മടിക്കുന്ന താൻ മാത്രമാണ് അവളുടെ സന്തോഷത്തിന് തടസ്സമായി നിൽക്കുന്നതെന്നും മാധവ് മേനോൻ തിരിച്ചറിഞ്ഞു. താൻ നിർമ്മിച്ച അഹങ്കാരത്തിൻ്റെ കോട്ടകൾ എത്ര ചെറുതാണെന്നും അച്ഛനെന്ന നിലയിൽ തൻ്റെ പിടിവാശിയാണ് മകളുടെ ചിരി കവർന്നതെന്നും അയാൾ മനസ്സിലാക്കി. ആ ചിന്ത അയാളെ ഉലച്ചു കളഞ്ഞു. അമ്പരപ്പോടെ നിൽക്കുന്ന അച്ഛനെ നോക്കി മീര ആദ്യമായി ആർദ്രമായി പറഞ്ഞു, അച്ഛാ, പണം കൊണ്ട് അച്ഛൻ എനിക്ക് തന്നത് ഈ വീൽചെയറിലെ തടവറയാണ്. എന്നാൽ ആര്യൻ എനിക്ക് തരുന്നത് ജീവിക്കാനുള്ള ആഗ്രഹമാണ്. ദയവ് ചെയ്ത് അച്ഛനെന്നെ തടയരുത്. ഒടുവിൽ ആരും തടയാനില്ലാതെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയ സമ്മതത്തോടെ ആര്യൻ മീരയുടെ വീൽചെയർ പിടിച്ച് ആ വലിയ ബംഗ്ലാവിൻ്റെ പടി ഇറങ്ങി പുറത്തേക്ക് നടന്നു. അപകടത്തിന് ശേഷം ആദ്യമായി മീര ആ രാത്രിയിൽ പുറത്തെ വിശാലമായ ലോകത്തേക്കിറങ്ങി. വഴിയോരത്തെ വെളിച്ചങ്ങളും വീശിയടിച്ച തണുത്ത രാത്രിക്കാറ്റും തുറസായ ആകാശവും അവൾ തൊട്ടറിഞ്ഞു. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൾ കൈകൾ ഇരുവശത്തേക്കും വിടർത്തി ആ കാറ്റിനെ പുണർന്നു. അവളുടെ ചിരിയും ആനന്ദ കണ്ണീരും കണ്ട് ആര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. അവൻ വീൽ ചെയർ പതുക്കെ മുൻപോട്ടുരുട്ടി. ആദ്യം അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയത് അവൾ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് സ്ഥിരമായി പോയിരുന്ന നഗരത്തിൻ്റെ ഒരു കോണിലുള്ള ചെറിയ കോഫി ഷോപ്പിലേക്കായിരുന്നു. വരാന്തയിലെ തടിമേശയും മിന്നിമറയുന്ന മഞ്ഞ വെളിച്ചവും പഴയതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ആ കോഫി ഷോപ്പിൻ്റെ ഉമ്മറത്ത് മീരയെ കണ്ടപ്പോൾ കടയുടമയായ വയോധികൻ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും ഓടിയെത്തി. മീരമോളെ, എത്ര നാളായി കണ്ടിട്ട്? സുഖമായിരിക്കുന്നോ മോളെ എന്ന് ചോദിച്ച് അദ്ദേഹം അവൾക്ക് പ്രിയപ്പെട്ട ചൂടുള്ള ഫിൽറ്റർ കോഫി മേശപ്പുറത്ത് വെച്ചു. കാപ്പിയുടെ ആ പഴയ മണം മൂക്കിലേക്കടിച്ചപ്പോൾ മീര കണ്ണുകളടച്ചു. ആര്യൻ മേശയ്ക്കപ്പുറത്തിരുന്ന് അവളെ തന്നെ നോക്കുകയായിരുന്നു. മീര, നിന്റെ ഈ ചിരി കാണാനാണ് ഞാൻ ഇത്രയും ചെയ്തത്, ആര്യൻ പതുക്കെ പറഞ്ഞു. കോഫി ഷോപ്പിൽ നിന്നിറങ്ങിയ ശേഷം അവൻ അവളെ കൊണ്ടുപോയത് നഗരത്തിനടുത്തുള്ള ഒരു ചെറിയ കോവിലിൻ്റെ മുറ്റത്തേക്കായിരുന്നു. രാത്രിയിലെ പൂജകൾ കഴിഞ്ഞ് ശാന്തമായ അമ്പലപ്പറമ്പ്. ചുറ്റും പുകയുന്ന സാമ്പ്രാണിയുടെ സുഗന്ധവും ശ്രീകോവിലിന് മുന്നിൽ കത്തുന്ന നെയ്വിളക്കുകളുടെ വെളിച്ചവും ആ രാത്രിക്ക് വലിയൊരു ആത്മീയ പരിശുദ്ധി നൽകി. അപകടത്തിന് മുമ്പ് മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടാകുമ്പോൾ മീര വന്നിരിക്കാറുള്ള പ്രിയപ്പെട്ട ഇടമായിരുന്നു ആ അമ്പലനട. മരച്ചുവട്ടിൽ വീൽ ചെയർ നിർത്തി ആര്യൻ അവളുടെ അടുത്തിരുന്നു. അമ്പലത്തിലെ ശാന്തതയിൽ ആകാശത്ത് തെളിഞ്ഞു നിന്ന ചന്ദ്രനെ നോക്കി മീര ആര്യൻ്റെ കൈകളിൽ പതുക്കെ പിടിച്ചു. ആര്യൻ, എൻ്റെ കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. യഥാർത്ഥത്തിൽ ഞാൻ തളർന്നത് എൻ്റെ മനസ്സുകൊണ്ടായിരുന്നു എന്ന് ഇന്നെനിക്ക് മനസ്സിലാകുന്നു. ഈ വെളിച്ചവും ഈ തണുപ്പും ഈ പ്രകൃതിയും ഇതൊക്കെ എനിക്ക് വീണ്ടും ജീവിക്കാനുള്ള ആഗ്രഹം തരുന്നു, മീര ഗദ്ഗതത്തോടെ പറഞ്ഞു. വീൽ ചെയറിലായത് നിൻ്റെ ശരീരമാണ് മീര. നിൻ്റെ മനസ്സിനെയോ സ്വപ്നങ്ങളെയോ തടവിലാക്കാൻ ഇതിനൊന്നിനും കഴിയില്ല. നിനക്ക് പറന്നു നടക്കാൻ ഈ ആകാശം മുഴുവനുമുണ്ട്, ആര്യൻ അവളോട് ചേർന്ന് നിന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം താൻ പഠിച്ച വഴികളിലൂടെയും താൻ കുതിച്ച ഇടങ്ങളിലൂടെയും സഞ്ചരിച്ചപ്പോൾ മീരയുടെ ഉള്ളിലെ ഭയവും നിരാശയും പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. ഒടുവിൽ ഓർമ്മകളുടെയും പുതിയ പ്രതീക്ഷകളുടെയും ഒരു വലിയ ആകാശവും മനസ്സിൽ പേറി പുതിയൊരു ആത്മവിശ്വാസത്തോടെ അവർ തിരികെ ബംഗ്ലാവിലേക്ക് മടങ്ങി. രാത്രിയിലെ ആ യാത്രയ്ക്ക് ശേഷം ബംഗ്ലാവിൽ തിരികെ എത്തിയ മീരയുടെ മുഖത്ത് പഴയ നിരാശയോ കണ്ണീരോ ഉണ്ടായിരുന്നില്ല. മറിച്ച് ശാന്തതയും പ്രകാശവുമുള്ള ഒരു പുതിയ മീരയായിരുന്നു അത്. എന്നാൽ അന്ന് രാത്രി മാധവ് മേനോന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മകളുടെ മുറിയുടെ വാതിലിനടുത്ത് ചെന്ന് നിന്ന് അയാൾ കണ്ടത് വീൽ ചെയറിലിരുന്ന് ആര്യൻ നൽകിയ ചിത്രം നോക്കി പുഞ്ചിരിക്കുന്ന മീരയെയാണ്. പണവും ആർഭാടവും കൊണ്ട് താൻ ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യം മകളുടെ മനസ്സിലെ മുറിവുകൾ മാറ്റാൻ കഴിഞ്ഞില്ലെന്ന ആ വലിയ സത്യം ആ അച്ഛനെ വേട്ടയാടി. തൻ്റെ സ്വാർത്ഥതയും അഹങ്കാരവുമാണ് മകളുടെ ചെറുപ്പത്തെയും സന്തോഷത്തെയും 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടുന്നതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് രാവിലെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത്. മാധവ് മേനോൻ നേരിട്ട് ആര്യൻ്റെ ലളിതമായ കൊച്ചു വീട്ടിലേക്ക് നടന്നു ചെന്നു. സമൂഹത്തിൽ വലിയ മുൻപന്തിയിൽ ജീവിക്കുന്ന ആ മനുഷ്യൻ തൻ്റെ കൊച്ചു വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട് ആര്യൻ അത്ഭുതത്തോടെയും
ബഹുമാനത്തോടെയും അല്പം പേടിയോടെയും നോക്കി നിന്നു. എന്നാൽ മാധവ് മേനോൻ അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ വിതുമ്പലോടെ പറഞ്ഞു, ആര്യൻ, എന്നോട് ക്ഷമിക്കണം. പണത്തിൻ്റെ അഹങ്കാരത്തിൽ നിന്റെ സത്യസന്ധമായ സ്നേഹത്തെയും കഴിവുകളെയും ഞാൻ കാണാതെ പോയി. എൻ്റെ മകൾക്ക് നഷ്ടപ്പെട്ട ജീവനും ചിരിയും തിരികെ നൽകിയത് നീയല്ലാതെ മറ്റാരുമല്ല. എൻ്റെ മകൾക്ക് ഇനി വേണ്ടത് പണക്കാരനായ ഒരു ഭർത്താവിനെയല്ല, നിന്നെപ്പോലെ അവളെ മനസ്സിലാക്കുന്ന, ചിറകുകൾ നൽകുന്ന ഒരു പങ്കാളിയെയാണ്. ആര്യന് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് എല്ലാവരുടെയും അനുഗ്രഹത്തോടും പൂർണ്ണ സമ്മതത്തോടും കൂടി ആ വലിയ ബംഗ്ലാവിൽ വെച്ച് ആര്യനും മീരയും തമ്മിലുള്ള വിവാഹം ആർഭാടപൂർവ്വം നടന്നു. ആര്യൻ്റെ വരയ്ക്കാനുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ മാധവ് മേനോൻ തന്നെ മുൻപന്തിയിൽ നിന്നു. വലിയൊരു ആർട്ട് ഗാലറി അവർക്കായി തുറന്നു കൊടുത്തു. ശാരീരിക പരിമിതികൾക്ക് മീരയുടെ സ്വപ്നങ്ങളെ തടയാനായില്ല. ആര്യൻ്റെ സ്നേഹവും കരുതലും കൂട്ടിനുണ്ടായിരുന്നപ്പോൾ വീൽ ചെയറിലിരുന്നു കൊണ്ട് തന്നെ അവൾ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള വഴികളിലൂടെ യാത്ര ചെയ്തു. പ്രതിസന്ധികളെ സ്നേഹവും തിരിച്ചറിവും കൊണ്ട് മറികടന്ന് അവർ പുതിയൊരു മനോഹര ജീവിതത്തിലേക്ക് പിച്ചവെച്ചു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ജീവിത വഴികളെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.